നമസ്കാരം, ടേണിംഗ് സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ട്രസും മോഡലും റൈറ്ററും ഒക്കെ ആയിട്ടുള്ള സകലകല വല്ലഭയായ അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ അമ്മയ, എന്തുണ്ട് വിശേഷം? നമസ്കാരം. ഞാൻ ആദ്യം വന്ന ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റി ചോദിക്കാൻ വെച്ചിരുന്നേ, എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നാക്കി. എന്താണ് രഹസ്യം? സൗന്ദര്യം ഞാൻ അതിന് കുറച്ച് എന്താ പറയാ, നമ്മൾ സൗന്ദര്യം കൂട്ടാനായിട്ട് എപ്പോഴും അതിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എപ്പോഴും എങ്ങനെ നമുക്ക് ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലേ? ബ്യൂട്ടി കോൺഷ്യസ് ആണ് കൂടുതലാണ്. എന്താണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണോ യൂസ് ചെയ്യുന്നത്? ഞാനോ വീട്ടില് കുറച്ച് ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഉണ്ടല്ലോ യൂസ് ചെയ്യാൻ. ടിപ്സ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അത് അങ്ങനെ പറഞ്ഞാൽ പയറുപൊടി നല്ലതാണ് യൂസ് ചെയ്യുന്നത്. കിടക്കുന്ന പയറുപൊടി യൂസ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ അതിന് ശേഷം കഴുകിക്കളയാൻ നല്ലതാണ്. ഗ്ലോ കിട്ടും. പിന്നെ അലോവേര എല്ലാവർക്കും, ഞാൻ അലോവേരയുടെ നമ്മളവിടെ ചെടിയുണ്ടല്ലോ, അലോവേര ഇത് ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട്, കുറച്ച് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒരുപാടായി കഴിഞ്ഞാൽ മോക്കുരുവൊക്കെ ഭയങ്കരമായിട്ട് വരും. പക്ഷെ എന്നാലും ബോഡി ജിമ്മില് പോകാറുണ്ട് ഡെയിലി. വർക്കൊക്കെ ഷൂട്ടിംഗ് തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പോകും. ഞാൻ അമ്മയെ ആദ്യമായിട്ട് കാണുന്നതേ പവിത്രം എന്ന് പറയുന്ന സീരിയലാണ്. അമ്മയെ ഓൾമോസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ഫേമസ് ആയത് ആ സീരിയലിൽ വന്ന ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് അതിന്റെ ഒരു അങ്ങോട്ട് വന്നത്? എങ്ങനെയാണ് അവര് കേരളത്തില് അതൊരു ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ തന്നെയാണ്. അപ്പം ഒരു ട്രാൻസ് വുമൺ ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരാളെ തന്നെ വേണം എന്നുള്ളത് ഗിരീഷ് സാറ് ഇങ്ങനെ ഒരുപാട് നോക്കി. അതിന് പറ്റിയ ആ ക്യാരക്ടറിന് പറ്റിയ ഒരാളെ വേണം. അപ്പം ആക്ച്വലി ആ സീരിയൽ വേറൊരു 2-3 ലാംഗ്വേജിൽ വന്നൊരു സീരിയലാണ്. അപ്പോൾ അത് മലയാളത്തിൽ വന്നപ്പോൾ അതേ ക്യാരക്ടർ, അതിനകത്ത് ജീന എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാൻ ആപ്റ്റായിട്ട് അമ്മയെ ഒക്കെ ആണെന്ന് അവിടെ സാറിനെ പോയി കണ്ടു. ഇങ്ങനെ അവരൊരു കോളിങ് ഇട്ടിരുന്നു. അപ്പോൾ ആ സാറിനെ പോയി കണ്ടപ്പോൾ ഓക്കെ കൊള്ളാം തോന്നി. പിന്നെ പ്രാക്ടീസൊക്കെ റിഹേഴ്സലൊക്കെ ഇതൊന്നും നമ്മളെ അവരെന്താ പറയുക, നമ്മൾ നോക്കുമല്ലോ നമ്മുടെ ബാക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമയിലൊക്കെ. ഞാൻ മൂവി ചെയ്ത് കഴിഞ്ഞു. ധ്യാൻ ശ്രീനിവാസനോടൊപ്പമായിരുന്നല്ലേ? ധ്യാൻ ശ്രീനിവാസന്റെ വിക്ടോറിയ ഷൈനിന്റെ അടുത്ത ഫ്രണ്ട് ആണെന്നൊക്കെ റൂമേഴ്സ് ഉണ്ടല്ലോ, ആണല്ലേ? എങ്ങനെ അറിയാം? ഷൈൻ ചേട്ടൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. നമ്മളൊരു ഫിലിം വർക്കിന്റെ ആവശ്യമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് വെച്ചിട്ട് ജോസ് സാറിന്റെ ഒരു സിനിമയിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. അന്ന് മുതൽ ഷൈൻ ചേട്ടനൊരു പ്രത്യേക സ്നേഹം. എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷേ ഷൈൻ ചേട്ടൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ഇഷ്ടങ്ങൾ തുറന്നു പറയാമല്ലോ. അപ്പോൾ ഷൈൻ ചേട്ടൻ എൻ്റെ അടുത്ത് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. എൻ്റെ അടുത്ത് മീൻസ് നമ്മളെ കമ്മ്യൂണിറ്റിയോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, എക്സ്ട്രാ സ്നേഹമാണ്. അല്ലെങ്കിൽ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവാം. ഒരുപാട് പേർക്ക് ആക്ടേഴ്സിനൊക്കെ ഇഷ്ടം പോലെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അല്ലാതെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം അതിൽ നല്ലൊരു ഗേൾ ഫ്രണ്ടായിട്ട് എന്നെയും കണ്ടു എന്നതിന് സന്തോഷം. ഇത് ആള് നമ്മൾ ഇപ്പോൾ ആൾക്കാരൊക്കെ പറയുന്ന പോലെ അത്ര ദേഷ്യക്കാരനാണോ? ഇപ്പോഴും ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ദേഷ്യക്കാരനാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചോദിച്ചാൽ എടുത്തടിക്ക് മറുപടി പറയും. പക്ഷെ പാവമാണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയും. ഇപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് കൃത്യമായിട്ട് ആ സമയത്ത് ഓൺ സ്പോട്ടിൽ അതിനുള്ള ഇത് തരും. അല്ല മനസ്സിൽ വെച്ചൊന്ന് പ്രവർത്തിക്കുന്ന ഒരാളല്ല. ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ പോയിട്ട് ഒരുപാട് പേര് ഇഷ്യൂസ് ഉണ്ടാക്കിയാലും ആ ഇഷ്യൂസിന് വേണ്ടിയിട്ട് അവരെ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വക വരുത്തുക എന്നുള്ളൊരു ചിന്തയോട് കൂടി പോകുന്ന ഒരാളല്ലെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു അഭിപ്രായമാണ്. പെണ്ണായ ഞാൻ ഈ ഒരു ആത്മകഥ എഴുതുന്നത് ഒരു ആളുകളുടെ ഒരു മുഖത്തടിയാണോ? ഒരു തുറന്ന എഴുത്തല്ലേ അത്? തന്നെ പരിഹസിച്ചവർക്കുള്ള ഒരു മറുപടിയല്ലേ ആത്മകഥയിലൂടെ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും. എന്താ ഒന്ന് പറയോ അതിനെപ്പറ്റി? കഥ ഞാൻ നോർമലി മുമ്പേ കഥയൊക്കെ എഴുതാറുണ്ട്. അപ്പം എഴുതി ഇങ്ങനെ കണ്ട്, പക്ഷെ അത് എങ്ങനെ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു അറിവൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു കലോത്സവ വേദിയിൽ കലോത്സവത്തിന് ജഡ്ജായിട്ട് വന്ന, അപ്പോൾ ചെറുകഥ വിഭാഗം അത് നോക്കാൻ ജഡ്ജായിട്ട് വന്ന സുനിൽ സി എന്ന് പറഞ്ഞ ചേട്ടായി എൻ്റെ കുറേ ഇൻ്റർവ്യൂസ് സോഷ്യൽ മീഡിയയിൽ അമ്മയെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞു. അപ്പോൾ അന്ന് അവിടെ ആ ഒരു മത്സര വിഭാഗത്തിൽ ജഡ്ജായിട്ട് വന്ന ആളെ എന്നെ കാണുകയും
അമ്മയെ അന്ന് മുതൽ ആ ചേട്ടനുമായിട്ടൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വെക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ജഡ്ജായിട്ട് വന്ന ആളാണ്, അത് ഒത്തിരി വലിയൊരാളാണ്. അപ്പോൾ പുള്ളി വലിയൊരു എഴുത്തുകാരനാണ്. അപ്പം പുള്ളിയോട് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്കിങ്ങനെ ആത്മകഥ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കത് പ്രസിദ്ധീകരിക്കണം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ചേട്ടാ അത് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞൊരു പബ്ലിഷർ വേണം, പബ്ലിഷ് ചെയ്യണം, കാര്യങ്ങൾ അതിന് തിരുത്തുകളുണ്ട്, തിരുത്തൊക്കെ വേണം, നമുക്കതൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് നമുക്കതെല്ലാം സോർട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പബ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അവർ തീരുമാനിക്കും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അതിൻ്റെ ഒരു പണിപ്പുരയിലൊക്കെ ആയി. അപ്പം നിയമസഭ എഴുതാനൊക്കെ കുറേ മുന്നേ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം കൂടെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരു 3 മാസം അതിന് വേണ്ടി മാത്രം ഇരുന്നു കൊണ്ട് ആണ് എൻ്റെ ആത്മകഥ ഞാൻ പുറത്തിറക്കിയത്. ഇപ്പോൾ വരെ ഉള്ളതാണല്ലേ പ്രസാദിൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ജേണി, ആ യാത്ര ഫുള്ളും വിവരിച്ചുകൊണ്ട് അമ്മയായി തീരുന്നത് വരെ, എങ്ങനെ അമ്മയായി മാറി എന്നത് വരെയുള്ളത് പെണ്ണായ ഞാൻ എന്ന ഒരു ആത്മകഥയിലൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പം എല്ലാവരും ചോദിക്കപ്പോൾ 1ാമത്തെ ഭാഗമായിട്ടാണ് ഞാനത് കാണുന്നുള്ളൂ. ഇനി എഴുതാനുണ്ട്. അപ്പോൾ അമ്മയായതുവരെ എഴുതിയ അമ്മയെ എങ്ങനെ അതൊരു എത്തി എന്നുള്ളതാണ്. ഇനി അമ്മയ്ക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പം കുറേ അച്ചീവ്മെൻറ്റുകൾ ഇപ്പം നേടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇതൊക്കെ ഇനിയും എനിക്കത് ഒരു പുസ്തകത്തിലൂടെയും കൂടെ, ഒരു ആത്മകഥ ചിലപ്പോൾ 2 പ്രാവശ്യമായി എഴുതുന്നുണ്ടാവും. അപ്പോൾ ചോദിക്കാം, പ്രസാദിനൊരു ലൈഫ് ഉണ്ടായിരുന്നു, അമ്മയായപ്പം വേറൊരു ലൈഫാണ്. അപ്പം പ്രസാദ് മരിച്ചു എന്നും അതിനുപരി ശേഷം മാത്രമാണല്ലോ അമ്മയെ ജനിച്ചത്. അങ്ങനെയല്ലേ? അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ പറയാം. കാരണം പിന്നെ പ്രസാദിലേക്ക് പോകാൻ പറ്റില്ല ഒരിക്കലും. അപ്പം ആ പ്രസാദിൻ്റെ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുപാട് അനുഭവിച്ച വേദനകളും ഒക്കെ ഭയങ്കരമായിരുന്നു. അപ്പം ആ വേദനയൊക്കെ ഒരാൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ വായിക്കുമ്പോൾ എത്രത്തോളം ആളിനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയാണ് ഞാൻ അതെൻ്റെ ആത്മകഥയിലൂടെ കുറിച്ച്. പ്രസാദ് എങ്ങനെയാണ് അമ്മയായത്? ഒരുപാട് സഹിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനകൾ ഉണ്ടായിരുന്നു. പ്രസാദിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ഈ ആത്മകഥ എഴുതി തീർത്തതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇതായതിനു ശേഷവും ഞാൻ പിന്നെ പ്രസാദിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാറില്ല. അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടും താനും. എന്നാൽ അമ്മയുടെ കാര്യങ്ങൾ സമൂഹത്തിൽ നമ്മൾ അമ്മയെ പോലെയുള്ള ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന വേദനകൾ ഒരുപാടുണ്ട്. അപ്പം അതൊക്കെ പറയാൻ തന്നെ സമയം തികയണില്ല. കാര്യം അത് തന്നെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം എന്തായാലും പ്രസാദിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് കുറേയൊക്കെ ദുർഘടമായ യാത്രയായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിറ്റി, ഇപ്പം അമ്മയായി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആണ്. അപ്പം ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്, അഭിമാനത്തോടു കൂടിയാണ് ഞാൻ എവിടെയും പറയും ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളത്. അപ്പം അതിനു മുന്നേ ഒരു പ്രസാദായിരുന്ന സമയത്ത് പ്രസാദിന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ലൈഫ്, അമ്മ, പേരൻസ്, കുടുംബം, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പം ഉപേക്ഷിച്ചിട്ടിറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളെല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്നുള്ളൊരു. അങ്ങനെയല്ല, നമുക്ക് നമ്മളായി ജീവിക്കണം, എനിക്ക് ഞാനായി ജീവിക്കണം. അപ്പം അതിനൊരു സ്ഥലം, അല്ലെങ്കിൽ അതിനൊരു എവിടെയാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന്, അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞത്, തിരിച്ചറിവ് കുറേ താമസിച്ചാണ് ഞാൻ അറിഞ്ഞതും. അപ്പം അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചുകൂടാ, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സ്വത്വത്തെ അറിഞ്ഞ് ജീവിച്ചുകൂടാ എന്നുള്ള ഇതിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത്. അപ്പം പ്രസാദിൻ്റെ ഒരുപാട് ഇതും വിഷമങ്ങളും സങ്കടങ്ങളും പ്രസാദിനുണ്ടായ അനുഭവങ്ങളും ഒക്കെ ആത്മകഥയിലൂടെ ഞാനത് വിവരിച്ചിട്ടുണ്ട്. കൃത്യമായി അതിനകത്ത് ഓരോന്നും രേഖപ്പെടുത്തി. ഞാൻ ജനിച്ചത് മുതൽ അമ്മയായത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് എൻ്റെ എല്ലാം ബൈ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുടുംബം, ഞാൻ എന്തൊക്കെയായിരുന്നോ, എങ്ങനെയൊക്കെ വന്നോ, ഏതൊക്കെ വഴി എത്തിപ്പെട്ടോ, പ്രസാദിൻ്റെ അങ്ങനെ ഭയങ്കരമായൊരു യാത്രയായിരുന്നു. ഭയങ്കരമായൊരു ജീവിതമായിരുന്നു പഴയ. അതൊക്കെ കഴിഞ്ഞ് അമ്മയിലേക്ക് എത്തുന്നത് വരെയുള്ളതും ഞാൻ ആത്മകഥയ്ക്ക് നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂസിൽ എല്ലാ ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഈ ഒരു ഐഡന്റിറ്റി, ഞാൻ പെണ്ണാണ്, ഈ ഒരു ഐഡന്റിറ്റി തിരിച്ചറിയുന്ന സമയത്ത് അതെങ്ങനെയാണ് വീട്ടിലാണെങ്കിലും അവതരിപ്പിച്ചത്? പിന്നീട് എന്തൊക്കെയാണ് നേരിട്ടത് മാനസികമായും ശാരീരികമായും ഒക്കെ? വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു കാര്യം നമ്മളിവിടെ ഇരുന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, ഞാൻ വീട്ടിലൊക്കെ പറയാൻ ഞാൻ മൂത്ത കുട്ടിയാണ്, വീട്ടിലെ മൂത്ത ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ എൻ്റെതായ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രായവും പക്വതയും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അച്ഛൻ അമ്മ അങ്ങനെയല്ല, ഇപ്പം അച്ഛനില്ല, അപ്പം അമ്മ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളുണ്ട്. അപ്പം സഹോദരങ്ങൾക്ക് ഇപ്പോഴും കൂടെ ചേർത്ത് പിടിക്കാൻ ഭയങ്കര മടിയാണ്, അവർക്കൊക്കെ ഇപ്പോഴും ദേഷ്യമാണ്. അപ്പം നാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അമ്മയെ എവിടെ പോയാലും അമ്മയല്ലേ പോകുന്നത്, ഭയങ്കര സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാൻ എത്ര പേര്. ഞാൻ വർക്ക് ചെയ്തിരുന്ന പഴയ സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോഴും അവിടെയും ചെല്ലുമ്പോൾ അമ്മയെ വന്നു ആ ഫോട്ടോ സെൽഫി എടുക്കാൻ സ്വീകാര്യതയാണല്ലേ? തീർച്ചയായിട്ടും. അത് അങ്ങനെ നമ്മളത് പറയാനുള്ള കാരണം അതൊരു നമ്മളൊരു ഇതാക്കി കാണിക്കുകയല്ല. ഞാൻ പ്രസാദായിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെയായി, അമ്മയായപ്പോൾ എങ്ങനെ അമ്മയായപ്പോൾ പ്രസാദായിരുന്നപ്പോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അമ്മയായപ്പം ചെയ്യുന്നു. അത് എൻ്റെ സ്വത്വത്തിലായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അതെ, മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്ക് എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നത് അമ്മയായപ്പോഴാണ് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ ഞാൻ സക്സസ് ആവുന്നു, പല കാര്യങ്ങളിലും സക്സസ് ആവുന്നു. സിനിമയായാലും എഴുത്തിലായാലും. ഇപ്പം സംരംഭകയാണ്, അപ്പോൾ അതിൻ്റെ അതിലായിരുന്നു. സംരംഭകയാണല്ലേ? അതെ, സ്ഥാപനമുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് ആഗ്രഹമാണ്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം. കാരണം നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, നമ്മളെ കമ്മ്യൂണിറ്റിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട്, ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ആരായിരുന്നല്ലോ, ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ജീവിക്കും. ഞാൻ കഷ്ടപ്പെട്ട് വന്ന ഒരാളല്ലേ, അപ്പം എനിക്ക് കഷ്ടപ്പെട്ട് വന്ന ആളല്ല, ഇപ്പോഴും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പം അഭിനയിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടേ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസോ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തലോ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആളുകളുടെ സമീപനത്തിലോ ഒക്കെ? അല്ല, ഇൻഡസ്ട്രിക്കകത്ത് അങ്ങനെ എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ, ഇപ്പോൾ ആന്റണി ആൽബർട്ട് സാറിൻ്റെ ജേണി എന്ന മൂവിയിലെ നായികയായിരുന്നു. അപ്പോൾ ആ സിനിമ 2-3 ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ വിൻ ചെയ്ത സിനിമയാണ്. അപ്പോൾ ഒരു ഒരു കഥാപാത്രത്തെ, ഒരു ട്രാൻസ്മൻ കഥാപാത്രത്തെ വെച്ച് ഒരൊറ്റ സിനിമ ഇത്രയും വലിയ ഫെസ്റ്റിവലുകളിലൊക്കെ എത്തിക്കുകയും അങ്ങനെയൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അതും ആ സാറിനോടാണ് നന്ദി പറയാം, എന്നെ അതിന് ആ ഒരു ഇതിലേക്ക് കാസ്റ്റ് ചെയ്തതിന്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത, എൻ്റെ എപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ജേണി. ഇനി എത്ര സിനിമ അഭിനയിച്ചിരുന്നാലും, ഇനി ഞാൻ എന്തൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞാലും ആന്റണി ആൽബർട്ട് സാറിൻ്റെ സിനിമയിൽ നായികയാക്കിയത് എനിക്ക് വലിയ സന്തോഷമാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടെയാണ് സിനിമ എന്ന് പറയുന്നത്. കുറെ അധികം ആളുകൾക്ക് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ഈ ഫ്രസ്ട്രേഷൻ പലപ്പോഴും തീർക്കുന്നത് കമൻറ്റ് ബോക്സിലായിരിക്കും. അമ്മയ്ക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഒരുപാട് ആളുകൾ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ അതിൻ്റെ താഴെ കുറേ കമൻസ് ആയിട്ട് വരും. അമ്മയ്ക്ക് അവരോട് എന്താ പറയാനുള്ളത്? ഇവിടെ നമുക്ക് പറയാം അവർക്കുള്ള മറുപടി. അപ്പോൾ ജനങ്ങളെന്ന് പറയുന്നത് പല വിധമാണ്. ഇപ്പോൾ നമ്മളിനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിരുന്നാലും, ഇനി എത്ര നല്ലതെന്ന് പറഞ്ഞാലും അവർ ചെറിയൊരു സംഭവമെങ്കിലും നെഗറ്റീവായിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവും, ഒരുപാട്. ഞങ്ങളിപ്പോഴും ഈ ഓരോരോ വിഷയങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പലവരും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇത്ര ഏജ് ആയില്ലേ, ചേട്ടൻ എങ്ങനെ ഇരിക്കില്ലേ, ചേട്ടൻ എന്തിനാ ഇവരിങ്ങനെ പറയുന്നതെന്ന് അവർ തന്നെ ചിന്തിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ജെൻഡർ ആണ്, നമ്മളെല്ലാവരും നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയവരെല്ലാം ട്രാൻസ്ജെൻഡേഴ്സ് ആണ് എന്ന് പറയുന്നത്. ഇപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗം ഉണ്ട്.
അപ്പം ആ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് ജീവിക്കുന്നവർ അവരുടെ അന്തസ്സിനും അവരുടെ അഭിമാനത്തിനും അവരുടെ രീതിക്കും അനുസരിച്ചാണ് ജീവിക്കുന്നത്. മറ്റുള്ളവർ അവരുടെ ഇടയിൽ കയറി വന്നിട്ട് നെഗറ്റീവ് പറയാനും പിന്നെ പരദൂഷണം പറയാനും അവർ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാനൊന്നും അവർക്കൊന്നും ഒരു റൈറ്റും ഇല്ല. ഇഷ്ടമില്ലെങ്കിൽ വിട്ടേക്കുക. ഇഷ്ടമില്ലെങ്കിൽ അവരുടെ പുറകെ എന്തിനാ പോകുന്നത്? എൻ്റെ ആവശ്യം എന്തോ? എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ. ഒരാളെ മനുഷ്യനായി ജനിച്ചു, ഒരാൾ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു, ആ ജനിച്ച ആളിനെ ജീവിക്കാൻ വിടുക. എന്തിനാണ് അവരുടെ പുറകെ പോയി എന്തെല്ലാം കാര്യങ്ങൾ അല്ലാതെ നമുക്ക് നോക്കാൻ ഈ സമൂഹത്തിൽ കിടപ്പുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? നമ്മൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു പെൺകുട്ടി ആൺകുട്ടിയായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന ലോകത്തുള്ള എല്ലാവരും ആൺകുട്ടിയും പെൺകുട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഒരു 100 പേരിൽ 10 പേരായിരിക്കും അങ്ങനെ ഒരു ഇതുണ്ടാവുക, മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത്. അവർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന മാറ്റമാണത്. അപ്പോൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് സമൂഹത്തിന് ഉണ്ടാവണം, മനുഷ്യർക്ക് ഉണ്ടാവണം, നമ്മൾ ഈ മനുഷ്യനുണ്ടാവണം. അപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ആ കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അടിച്ചു കൊല്ലാൻ തോന്നും. അത്ര കമൻറ്റാ. റിപ്ലൈ കൊടുക്കാറുമില്ല, അതുകൊണ്ട് തന്നെ അല്ലേ? ഞാൻ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കമൻറ്റ് ഇട്ടു, 100 പേരിൽ 10 എത്രയോ പേരായിരിക്കും നെഗറ്റീവ് കമൻറ്റ് ഉണ്ട്. ഒരാൾക്ക് റിപ്ലൈ ഇടുമ്പോൾ ആ റിപ്ലൈ പിടിച്ചുകൊണ്ട് ആ കൊടുക്കുന്ന കമൻറ്റിൻ്റെ റിപ്ലൈക്ക് എഗൻസ്റ്റ് ആയിരിക്കും ബാക്കി വരുന്ന എല്ലാം. അതിന് 10 പേര്. പിന്നെ ഓരോ ആൾക്കാരും ഒരു മൈൻഡാണ്, എല്ലാ ആൾക്കാരും ഇരിക്കുന്ന ആൾക്കാരും മൈൻഡാണ്, പല മൈൻഡിലായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അപ്പം എന്ത് തോന്നുന്നോ അത് എഴുതി കറക്റ്റ് ചെയ്ത് വരും. പിന്നെ നമ്മളത് നോക്കി വിഷമിച്ചിരുന്നിട്ട് നല്ല കാര്യമുണ്ടോ എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ ഇനി എത്ര നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും, ഇനി എത്ര നെഗറ്റീവ് കമൻറ്റ് കൂടുതൽ വന്നെന്ന് പറഞ്ഞാലും ഹാപ്പിയാണ്, സന്തോഷമാണ്, നമുക്ക് കൂടുതൽ പ്രചോദനമാണ്. എനിക്ക് പ്രചോദനമാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഭയങ്കരമായ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും ഞാൻ എൻ്റെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ആയിട്ട് വരാൻ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല. ഞാനായിട്ടാണ് ജീവിക്കുന്നത്, ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. അപ്പം പിന്നെ അതിനിടെ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടുന്നത് ഞാൻ കാണാറില്ല. ഇട്ടാലും എനിക്ക് വിഷമമില്ല. കാരണം ഞാൻ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ, അമ്മയായി നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. ഇട്ടാൽ എനിക്കത് സന്തോഷമേ ഉള്ളൂ, ഇട്ടോളൂ. ഞാൻ അതിനെ ഇനി എത്രത്തോളം അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് ജീവിക്കത്തേ ഉള്ളൂ. പ്രണയമുണ്ടോ അമ്മയ്യ? പ്രണയമുണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ട്. പറയാൻ താല്പര്യമുണ്ടോ? അങ്ങനെയല്ല, പ്രണയം ഒരാൾ ഇഷ്ടത്തിലാണ്. ആളിവിടെ ഇല്ല, പുറത്താണ്. അപ്പോൾ കല്യാണം തന്നെ ഉണ്ടാവും, മിക്കവാറും ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? പേര് പറയില്ല. കണ്ടുമുട്ടുന്നത് ഞങ്ങള് ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടതാണ്. അങ്ങനെ എന്നെ കണ്ടു. ഫസ്റ്റ് കാണുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവില്ല, നമുക്ക് ആദ്യം കാണുന്ന ഒരാളുടെ നമുക്ക് സ്പാർക്ക്. അങ്ങനെ എനിക്ക് അങ്ങോട്ട് തോന്നുന്നു, പുള്ളിക്ക് ഇങ്ങോട്ട്, അങ്ങനെ ഒരു ഇതല്ല. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഒന്ന് നോക്കി, രണ്ടുപേരും അങ്ങോട്ടും പരസ്പരം ഒരു അങ്ങനെ ഫസ്റ്റ് ഒരു ഇഷ്ടം ഉണ്ടായി. ആ ഒരു ഇഷ്ടം പിന്നെ ഒരു 6 മാസം ഇങ്ങനെയൊക്കെ പോയി. പിന്നെ ഒരിക്കൽ കൂടി കാണാനിടയായി. അങ്ങനെ കണ്ടു. ഒരു ക്ഷേത്രത്തിൽ പിന്നെ പ്രോഗ്രാമിന് ഞാൻ ഗസ്റ്റായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് കണ്ടു. പിന്നെ പല കാണാൻ ഇടയായി. പിന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഫ്രണ്ടായി, നല്ല രീതിയിൽ ഫ്രണ്ടായിട്ട് കൊണ്ടുപോയി അവസാനം ഒരു നല്ലൊരു പാർട്ട്ണറായി ഒരു പാർട്ട്ണറായിട്ട് ഇരിപ്പുണ്ടല്ലേ? എന്താണ് റിലേഷൻഷിപ്പിൽ അമ്മയെ ആഗ്രഹിക്കുന്നത്? റെസ്പെക്റ്റ് ആണോ? എന്താണ്? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണോ? തീർച്ചയായിട്ടും നമ്മള് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്, ഇതൊന്നും മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നല്ലൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഓക്കെ, ഒരു ട്രാൻസ്ജെൻഡർ ആണ്, ഞാൻ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തായാലും കൂടെ നല്ലൊരാളെ പാർട്ട്ണറായിട്ട് വേണം. അപ്പോൾ ആ ആളിനെ കൂടെ ചേർത്ത് നിർത്തണം. ആൾ പറയുന്നത് കേൾക്കുന്ന റെസ്പെക്റ്റും എല്ലാം കൊടുക്കണം. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തിരിച്ചിങ്ങോട്ടും അതുപോലെ തന്നെ കിട്ടും. അപ്പം സെയിം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടെന്ന് കേട്ടല്ലോ അമ്മയ്യ? അത് ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മയെ ഇല്ല, ഞാൻ എല്ലാ വർഷവും ഞാൻ സീസൺ തുടങ്ങിയതിന് ശേഷം സെക്കൻഡ് സീസൺ മുതലേ ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ സീസണിലും വിളിക്കാറുമുണ്ട്, ഇന്റർവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, ഫൈനൽ സ്റ്റേജ് വരെ എത്തിയിട്ടുമുണ്ട്.
അപ്പൊ കഴിഞ്ഞ സീസണിലും ജാൻമണി വരുന്നതിന് മുന്നേയും ഞാനും ലാസ്റ്റ് വരെ നിമിഷം വരെയും നാദ്ര കഴിഞ്ഞതിന് ശേഷം അടുത്ത സീസൺ, നാദ്രയുടെ സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ ജാൻമണി വന്നു. ജാൻമണിയുടെ സീസണിൽ ഞാൻ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ നടത്തുമല്ലോ, അപ്പം ചാനൽ നടത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞു. ഇപ്പൊ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി 7 വരുന്നോ ഇല്ലയോ അത് ഇനി ഏഷ്യാനെറ്റിന്റെ ഒരു തീരുമാനമാണല്ലോ. ഏഷ്യാനെറ്റിലെ ജിയോയുടെ തീരുമാനമാണ്, അവരാണ് തീരുമാനിക്കുന്നത്. പോയാൽ കപ്പും കൊണ്ട് മടങ്ങി വരും അമ്മയാ. പോയാൽ കപ്പും കൊണ്ട് തീർച്ചയായിട്ടും. ഇപ്പം നാദ്ര കളിച്ചത് 96 ദിവസം. അപ്പോൾ അവളുടെ ഓരോ ദിവസത്തെയും പെർഫോമൻസും അവളുടെ ഓരോ ദിവസത്തെയും ആ ഒരു ഇതെല്ലാം കണ്ട് ഇരുന്ന ഒരാളാണ്. അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും. ബിഗ് ബോസ് എന്ന് പറയുന്നത് പോണം എന്നുള്ളത് കുറേ പേര് പറയും ബിഗ് ബോസിൽ പോണോ, പോകണ്ട, ശരിയില്ല, പോകണ്ട കേട്ടോ, അമ്മയ്ക്ക് നല്ലൊരു ഇതുണ്ട്, അമ്മയുടെ ആ ഒരു ഇത് കളയരുത് പ്ലീസ് എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും നോക്കാം, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ കളയാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ആയാലും പോയാലും ഞാനായിട്ടേ ഇരിക്കൂ. തീർച്ചയായിട്ടും ഞാനായിട്ടേ ഇരിക്കത്തുള്ളൂ. നന്നായിട്ട് കളിക്കും, പ്ലേ ചെയ്യും. പിന്നെ ഈ കൂട്ടടിക്കും കൊണ്ട് എനിക്കൊന്നും വയ്യ, എന്നാലും താല്പര്യമില്ല. പക്ഷെ എന്നാലും കളിക്കും, നന്നായിട്ട് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പോകാൻ അതിന് അവർ എന്താണോ ഒന്നും എനിക്കറിയില്ല. ഞാനിപ്പോ അവരുടെ തന്നെ ഒരു സീരിയലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയില്ല ഇനി ഈ വർഷം എന്താണ് എന്ന് അറിയില്ല. അത് ഇമ്പോർട്ടന്റ് ആയ ഒരു ക്യാരക്ടറാണ്. ട്രാൻസ്ജെൻഡേഴ്സേ ഈ സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ട്? അമ്മയ്ക്ക് എങ്ങനെയാണ് അതിനോട് പറയാനുള്ളത്, ആ വിഷയത്തോട്? ഫസ്റ്റ് അങ്ങനെ ആണല്ലോ ജീവിക്കുന്നത്, മിക്കവരും അങ്ങനെ ആയിരിക്കുമല്ലോ, ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെയെന്ന് പറയില്ല ഒരിക്കലും. ഓരോരുത്തരിപ്പോ തൊഴിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്, തൊഴിലുകൾ കിട്ടിത്തുടങ്ങി, എല്ലായിടവും അക്സെപ്റ്റ് ആയി കഴിഞ്ഞു. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ, അതുകൊണ്ടെന്നൊരു ഒരു ചിന്തയും കൂടി, അതും കൂടെ നമ്മൾ ചിന്തിക്കണം. മുന്നേ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആയത് എന്നുള്ളൊരിതുണ്ട്. ഇപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ തൊഴിൽ എല്ലായിടത്തും ആയെന്നല്ല ഞാൻ പറയുന്നത്, തൊഴിലാകണം. സർക്കാരായിരുന്നാലും പ്രൈവറ്റ് ഫേമുകളായിരുന്നാലും എല്ലായിടത്തും എല്ലാവരും ഇപ്പൊ സ്വയം തൊഴിൽ ചെയ്യാനായിട്ടും ലോണും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നാലും ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ജോലികൾ എല്ലായിടത്തും, എന്തുകൊണ്ട് കമ്മ്യൂണിറ്റിയെ എല്ലായിടത്തും ജോലിക്ക് എടുത്തുകൂടാ ഇപ്പോഴും ചോദിക്കുന്നത്. ഇപ്പം മെട്രോയിൽ മാത്രം ജോലി കൊടുത്തത് കൊണ്ട് തീർന്നു എന്നല്ല കരുതേണ്ടത്, എല്ലാ സ്ഥലത്തും ജോലി എടുക്കാം. കൊല്ലം കൊറ്റംകുളങ്ങരയിൽ ഇതുപോലെ പുരുഷന്മാര് സ്ത്രീകളായിട്ടൊരു അമ്പലത്തിൽ ഇങ്ങനെ പോകുന്ന ചടങ്ങിനെ പറ്റി അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ജാസി എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൺ ആണ്. അവർ പോകുമ്പോൾ പുറകെ ഒരു പ്രായമുള്ള ഒരാൾ പോയി ശല്യം ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഭയങ്കര അസഹനീയമായി തോന്നുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ അനുഭവങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇതുപോലെ കമ്മ്യൂണിറ്റി നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട്. കാരണം ഇപ്പം ജാസിയുടെ വീഡിയോസൊക്കെ ഒരുപാട്, ജാസി കുറേ വീഡിയോസ് കണ്ടു. ജാസി ഇങ്ങനെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ പോയി നോമ്പെടുത്തിട്ട് വൈകുന്നേരം അമ്പലത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഓരോരുത്തരും ഇഷ്ടമാണ്, ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആള് എന്തിനു പോകണം, ഏത് ക്ഷേത്രത്തിൽ പോകണം, പള്ളിയിൽ പോകണോ ഒക്കെ ഒരാളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു ആചാരമുണ്ട്, ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അപ്പം ആ ആചാരങ്ങൾ കൃത്യമായി പാലിക്കണം. എന്തിനും വേണ്ടി എന്തും ചെയ്യാമെന്നും പറഞ്ഞ് മുന്നോട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം കമ്മ്യൂണിറ്റി ആയാൽ പോലും ആരായാലും, ഒരു മനുഷ്യനെന്ന് വെച്ചാൽ ആരായാലും നമുക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വലിയൊരു സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവുണ്ട്. അത് ജാസ്തിയും കുറ്റം പറയണല്ല, കുറേ പേര് അങ്ങനെയുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ ആണുങ്ങൾ പെൺവേഷം, അത് നേർച്ചയാണ്. ആണുങ്ങൾക്ക് പെൺവേഷം എടുത്ത് പോകേണ്ട ഒരു ക്ഷേത്രമാണ്. അത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ അമ്പലമല്ല, ഒരിക്കലും അല്ല. അല്ലാതെ അവിടെ കുറേ പേര് അതിന് വേണ്ടിയിട്ട്, ഞാനും പോയിട്ടുണ്ട് കേട്ടോ, തൊഴാനൊക്കെ പോയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളവിടെ പോവുക, തൊഴുക, എടുത്ത് കറങ്ങുക, വരിക, നോർമലി മുന്നേക്ക്. ഇപ്പോഴും ഞാൻ ദേവിയെ പോയി കണ്ട് തൊഴുതിട്ട് പെട്ടെന്ന് തിരിച്ചു വരികയാണ് ചെയ്തത്. കാരണം നമ്മളവിടെ ഒരു പ്രദർശന വസ്തുവായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ ആൾക്കാരുടെ മുന്നിൽ അവിടെ ചെന്ന് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ കിടന്ന് വരവണ എന്തിനാ? അതൊക്കെയല്ലേ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വരങ്ങുമ്പോൾ അതിന് ഒരു വിവരമില്ലാത്ത കുറെ ആൾക്കാർ,
എങ്ങനെയൊന്നും ആളെന്ന് പോലും അറിയാതെ ഇപ്പൊ പറഞ്ഞ പോലെ ജാസിന്റെ പുറകെ ഞരമ്പ് രോഗിയെ പോലെ ഒരെണ്ണം കണ്ടായിരുന്ന വീഡിയോ അല്ലേ? പുഴു കടയും പോലെ ഇങ്ങനെ നടക്കുന്നു. അതെന്തിന് നമ്മൾ അതിന് അവസരം ഒരുക്കി കൊടുക്കാതിരിക്കുക, വന്നതിനെ പ്രതികരിക്കാനും ഇത് ചെയ്യുക. ഞാനായിരുന്നു അപ്പൊ നല്ല രണ്ട് പറയും, അല്ലെങ്കിൽ രണ്ട് കൊടുക്കാൻ നോക്കും. നമുക്ക് ആരെയും ഉപദ്രവിക്കാനുള്ള അവകാശം ഇല്ലല്ലോ, അതുകൊണ്ട് ഉപദ്രവിക്കില്ല. പക്ഷെ നമ്മൾ മാറ്റി നിർത്തണം, ചെയ്യുക തന്നെ വേണം. പക്ഷെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അമ്മ ഇപ്പൊ ഭാവിയില് വിവാഹമൊക്കെ കഴിഞ്ഞാലേ ഒരു കുട്ടി വേണമെന്ന് തോന്നുമ്പോൾ അമ്മയ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? മീൻസ് എനിക്ക് നല്ലൊരു പെൺകുട്ടീനെ വളർത്തിയെടുക്കണം. മക്കളെ ആരായി രണ്ടൊരു പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇഷ്ടം. പെൺകുട്ടികളോട് പ്രത്യേക ഒരു സ്നേഹമാണ് അല്ലേ? ഇപ്പോ മോള് എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇതാണ്, ഒരുക്കി നടത്താനാണെങ്കിലും എല്ലാത്തിനും. കുറെ ആളുകളെ ഷോ ഓഫിന് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളപ്പോൾ അവിടെ പോകാറുണ്ട്. അമ്മയ്ക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാർ ഇതുപോലെ ഷോ ഓഫ് നടത്തി അടുത്തിടെ വൈറലായിരുന്നു. അമ്മ എങ്ങനെയാ ഇതിനോട് പ്രതികരിക്കുന്നത്? ഞാൻ ഭയങ്കര എനിക്ക് ദേഷ്യം അവരോട്. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ആയാലും ആരായിരുന്നാലും ശരി നാണം കെടുത്തരുത്. എന്തിനാണ് നമ്മളെ നാണം കെടുത്തുന്നത്? ഒരു മനുഷ്യന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളെ കുറിച്ച് കുറ്റം പറയാനൊരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര മോശമാണ്. ദേഷ്യം തോന്നുന്നു ചില കാര്യങ്ങൾ കാണുമ്പോൾ, ഭയങ്കര ദേഷ്യം തോന്നി. കൃത്യമായിട്ടും പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഒന്നിന് ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ആരെയും അപ്പൊ ഒരാളെ വ്യക്തിഹത്യ ചെയ്തൊന്നും പറയില്ലല്ലോ. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുക കൃത്യമായിട്ട്, അല്ലേ? അതല്ലേ വേണ്ടത്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോയാൽ അമ്മയൊരു സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമയിൽ ചാൻസ് കിട്ടി, അത് സിനിമയിൽ ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ലൈഫ്, ഞാനൊരു കല്യാണം കഴിക്കാൻ പോകുന്നു, ആളുടെ കല്യാണം കഴിക്കുക, ആലോചിക്കുക, നമ്മൾ തീരുമാനിക്കുക ആളെങ്ങനത്തെ ആള്, നമ്മൾ എങ്ങനെയുള്ളത് എന്നൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായ കാര്യങ്ങൾ അതിനെ നമ്മൾ നിരീക്ഷിച്ചതിന് ശേഷം അതിലേക്ക് എത്തുക. അല്ലാണ്ട് പലതും പല രീതിയിലും അതിനെ വേറൊരു ഇതാക്കി ഓരോരോ കാര്യങ്ങൾ ഓരോ പ്രാവശ്യവും ഓരോന്നും പറഞ്ഞുകൊണ്ട് അതിനോടൊന്നും എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുപോലെ ഈ വലിയ വലിയ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ചുമ്മാ നമ്മളുടെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ വെറും നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, അവരോട് വെറുപ്പാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത് അത്രേ പറയാൻ പറ്റുള്ളൂ. അവരുടെ കംഫർട്ട് സോൺ ഏതാണ് അമ്മയ? ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്തൊരു കംഫർട്ട് സോൺ, എപ്പോഴും ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോൺ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ക്ഷേത്രം. അവിടെ പോയി ഇരിക്കാറുണ്ട്. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും, സങ്കടം വരെ മാത്രം പോയാൽ പോരല്ലോ, സന്തോഷം വരുമ്പോഴും ഒക്കെ എന്തൊരു നല്ല കാര്യം വരുമ്പോഴും അവിടെ പോയി കുറച്ച് നേരം ഇരിക്കും, സമാധാനം കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ മെയിനായിട്ട്. അത് പിന്നെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും. അതെനിക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് തോന്നാറുണ്ട് പല കാര്യങ്ങളും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ലതായിട്ട് ആയതുകൊണ്ടായിരിക്കും മനസ്സെല്ലാം ഭയങ്കര ഹാപ്പി ആവും. എന്തൊക്കെയോ നമ്മുടെ അച്ഛൻ്റെയും അമ്മയോടെയും അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഒരുപാട് മുതിർന്ന ആൾക്കാരുണ്ടല്ലോ, അവരാരും നമുക്കിപ്പോൾ കൂടെ ചേർത്ത് നിർത്താൻ ഇല്ലെങ്കിലും അവരൊക്കെ പറഞ്ഞു തന്നതിനേക്കാളും എന്തോ ഒരു ഇതുപോലെ തോന്നും. നമ്മൾ അവിടെ പോയിരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ശാന്തത കുറച്ച് നേരത്തേക്ക്. അത് എല്ലാവരും ക്ഷമ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ക്ഷമയും, അതുപോലെ തന്നെ നമ്മൾ എത്ര നേരം കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്താൽ അതിനൊരു പരിപാടി ഉണ്ടാവും. ഫാമിലി ഒക്കെ ആയിട്ട് ഇപ്പോൾ എങ്ങനെയാണ്? ഫാമിലി, അമ്മ ഭയങ്കര സ്നേഹമാണ്. കുറേ അനുഭവിച്ചു, പറയാൻ പറ്റാത്തതിനപ്പുറമാണ് ഓരോ ദിവസവും തള്ളി നീക്കിയത്. ഇപ്പോൾ ഈ അമ്മയ ഇവിടെ വന്ന് പോലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ അമ്മയ്ക്കൊരു ഇത് കിട്ടിയത് ഞാൻ അത്രമാത്രം ഒരുപാട് പ്രയത്നിച്ചു, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണം എൻ്റെ അമ്മയുടെ അടുത്ത് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർ പറയും, നിങ്ങൾ മൂത്തമ്മ മറ്റേ അങ്ങനെ ആയില്ലേ, കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് നിങ്ങളുടെ മൂത്ത ആള്
നല്ലതായി സീരിയലില്ലേ? സീരിയലുണ്ട്, നല്ലതായി ജീവിക്കുകയില്ലേ, നിങ്ങൾക്ക് അങ്ങോട്ട് അവരുടെ അടുത്ത് പോയി ജീവിച്ചുകൂടെ, അവരുടെ കൂടെ അവളുടെ കൂടെ അങ്ങ് ആയിക്കൂടെ. നമ്മൾ സാമ്പത്തികമായിട്ട് ഇച്ചിരി താഴോട്ടുള്ള വീട്ടിലാണ്. അപ്പം എൻ്റെ അമ്മ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് പോകുന്നവരാണ്. പക്ഷെ അമ്മ സഹോദരങ്ങളുടെ അടുത്ത് നിന്ന് വരാൻ ഉള്ളൊരിതുണ്ട്. അവർ നിത്യ ജോലിയൊക്കെ ചെയ്ത് നിത്യമായി ജീവിച്ചു പോകുന്നത്. ഞാൻ എൻ്റെതായ രീതിയിൽ ഇപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദൈവം തരുന്നതാണ്. അപ്പോൾ അത് ഞാൻ നേടിയെടുക്കുന്നത്. ഇപ്പോൾ സീരിയലിൽ പോയിരുന്നാലും എന്തിന് പോയിരുന്നാലും എവിടെ പോയിരുന്നാലും അതിനകത്ത് പേയ്മെൻറ്റുകൾ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പം അമ്മയുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് അതൊരു അഭിമാനമാണ്. അപ്പം അമ്മയ്ക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടുമ്പോൾ എനിക്കത് വലിയ സന്തോഷം. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ ഇങ്ങനെ വന്ന് പറഞ്ഞു. അമ്മ ഡെയിലി വിളിക്കും. അമ്മയൊക്കെ ഒരു സാധാരണ, അത്രയും സാധാരണ ഒരു കുടുംബമാണ് ഞാൻ. അമ്മയെ ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യാനാണ് കൂടുതൽ? ഹോബീസ് എന്തൊക്കെയാണ്? അതായത് ചിലർ സങ്കടം വന്നു കഴിഞ്ഞാൽ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ചില ടൈപ്പ് ആൾക്കാരുണ്ട്, സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഒക്കെ ഫുഡ് കഴിച്ചാൽ ഒന്ന് റിലാക്സ് ആവും. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? തിരുവനന്തപുരത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ഫുഡ് സ്പോട്ട് നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്ക്? ഞാൻ കഴിക്കുന്ന 2-3 സ്ഥലങ്ങളുണ്ട്, ഇഷ്ടപ്പെട്ട സ്പോട്ടുകളാണ്. ഒന്ന് ഹോട്ടലിൻ്റെ പേരൊക്കെ പറയാം, സംതൃപ്തി ഹോട്ടൽ എന്ന് പറയും, കരമന. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടുത്തെ ചില സമയത്ത് ഫുഡ് വൈകുന്നേരം ഈവനിങ്ങിനൊക്കെ പുട്ട്, ഗോതമ്പ് പുട്ടും അങ്ങനെ കുറച്ച് കഞ്ഞി ഇങ്ങനെയൊക്കെ ഉണ്ട്. ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഗുരുവായൂരപ്പൻ, നമ്മളെ ഗാന്ധാരിയമ്മൻ കോവിലിൻ്റെ അവിടെ ഗുരുവായൂരപ്പൻ എന്നുള്ളൊരു ഹോട്ടലുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്ക് അൽഫാമൊക്കെ കഴിക്കണം എന്നൊക്കെ, ചിക്കൻ അൽഫാമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഇറാനിയിൽ ഇറാനിയിലെ ഇഷ്ടമാണ് കുഴിമന്തി. അങ്ങനെ ഭയങ്കര അല്ല, എന്നാലും ഇറാനിയിൽ പോയി ഇടയ്ക്ക് കഴിക്കാറുണ്ട്. വായിൽ വെള്ളം വന്നു. ഈ സർജറി കഴിഞ്ഞ സമയത്തെ എങ്ങനെയാണ് ഇതിനെ ഒന്ന് സർവൈവ് ചെയ്ത് വന്നത്? മെന്റലി ഫിസിക്കലി ഒക്കെ ആണെങ്കിലും സ്റ്റേജ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നില്ലേ? ഭയങ്കരമാണ്. സപ്പോർട്ട് ചെയ്ത് ആരൊക്കെ? നിസ്സാരമായി പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. എല്ലാവരും ചിന്തിക്കണം അല്ലേ? എല്ലാവരും ചിന്തിക്കണം. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്തിനു പോയി ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനത് ചെയ്യുന്നു എന്ന് ചോദിക്കാം. പക്ഷേ ഒരു മനസ്സും ഒരു ശരീരവും രണ്ടായിട്ട് ജീവിക്കുന്നതിനാൽ ഒന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കില്ല എല്ലാവരും. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ മനസ്സിനൊപ്പം ശരീരവും അതുപോലെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, അങ്ങനെ ജീവിക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ സർജറി ഒരു വലിയ കടമ്പ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് സർജറികളൊക്കെ ചെയ്ത് ഒരുപാട് നെഗറ്റീവൊക്കെ ആയി ഒരുപാട് ഇഷ്യൂസൊക്കെ സംഭവിച്ച് മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ള കൂട്ടുകാരൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന. അപ്പം ഞാനും ആ ഒരു ഘട്ടത്തിലൂടെയൊക്കെ കഴിഞ്ഞ് വരെ എത്തി. ഇപ്പോൾ വരെ റീസെൻ്റ്ലി വരെ സർജറി കഴിഞ്ഞപ്പോൾ 15 ദിവസമായിട്ടുള്ളതായിരിക്കണേ. ബോഡി കോൺട്രിങ് ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ പോയിരുന്നു. അപ്പം അതിൻ്റെ നീരൊക്കെ ഉണ്ട്, അതൊക്കെ റെഡിയാവും. മെഡിസിൻ എടുത്തോണ്ടേ ഇരിക്കണം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, മെഡിസിൻ അത് ഹോർമോൺ ചെയ്യണം. അത് ഹോർമോൺ മെഡിസിൻ നമ്മൾ നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, കൃത്യമായൊരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മളുടെ ഹോർമോണിൻ്റെ വേരിയേഷൻ നമ്മുടെ എത്ര ഇതൊക്കെ നോക്കണം. അതിനായി കൃത്യമായുള്ള ഡോക്ടറിൻ്റെ നിർദ്ദേശനം അനുസരിച്ച് അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൃത്യമായി കൊണ്ടുപോയതിന് ശേഷം സർജറിക്ക് വിധേയമാവും. സർജറിക്ക് വിധേയമാവുന്ന സമയത്ത് അതും എത്രത്തോളം നമുക്ക് ആപ്റ്റാണ്, നമ്മൾ എന്ത് സർജറി ചെയ്യണം അതൊക്കെ നമ്മളാണ് തീരുമാനിക്കണം. എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ഏത് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് 100%. അതാ ഞാൻ പറഞ്ഞു, ഇപ്പോഴും 15-20 ദിവസമായിട്ടുള്ളൂ ഞാൻ ഒരു സർജറി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. റെസ്റ്റിലായിരുന്നു. ആ റെസ്റ്റിൽ നിന്നാണ് ആദ്യത്തെ പ്രോഗ്രാമാണ്. ഇനി വരുന്ന പ്രോജക്റ്റ് എന്തൊക്കെയാ? ബിഗ് സ്ക്രീനിലേക്കുള്ള പരിശ്രമത്തിലാണോ? തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കലും ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന കാര്യം വിടാൻ ഇല്ല. ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ട് ശല്യം ചെയ്യും. ഇങ്ങോട്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് അവസരങ്ങൾ കുറവാണ്. കാരണം ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ആ ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അഭിനയിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിരുന്നോ? അതെ അതെ, തീർച്ചയായിട്ടും ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലേ, ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് സിനിമയ്ക്കകത്ത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്കകത്ത് ആണായിട്ടും പെണ്ണായിട്ടും ജീവിക്കുന്നവരെല്ലാവർക്കും ആണായിട്ടും പെണ്ണായിട്ടും അഭിനയിക്കാം.
അപ്പോൾ ആ പെൺകുട്ടിയായിട്ട് അഭിനയിക്കാൻ എനിക്കിപ്പോൾ എന്തുകൊണ്ടൊരു പെൺകുട്ടിയുടെ ക്യാരക്ടർ ചെയ്തുകൂടാ, അപ്പോൾ ആ ഒരു വേഷം തന്നുകൂടെ? അപ്പം അങ്ങനെ തരാനുള്ളൊരു മനോഭാവവും കൂടെ ഈ സിനിമ മേഖല ആവണം. ഞാനിപ്പോൾ പക്ഷേ അങ്ങനത്തെ മൂവി ഒരെണ്ണം ചെയ്തിരിക്കുന്നു. ചുരുളുകൾ എന്ന മൂവിയിൽ നായികയായിട്ട് ചെയ്തിട്ടുണ്ട്, പോലീസ് ഓഫീസറാണ്. അപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. ആക്ച്വലി 3 സിനിമ ഇറങ്ങണം. ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ്റെ വിക്ടോറിയ എന്ന് പറഞ്ഞിട്ട്, പേര് മാറുമെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു ഐറ്റം ഡാൻസറാണ്. അപ്പോൾ അതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ഇറങ്ങിയാൽ ഒരു ഐറ്റം ഡാൻസറെ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ. ഏത് തരം കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് ക്യാരക്ടർ റോള് ഭയങ്കര എന്ന് വെച്ചാൽ ചില സിനിമകളിൽ ഉർവശി ചേച്ചിയൊക്കെ ചെയ്യുന്ന നമുക്ക് ഉർവശി ചേച്ചി ആവാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചില വേഷങ്ങൾ നമ്മളെ ഭയങ്കര ചില കഥാപാത്രങ്ങൾ നമ്മളങ്ങ് ഭയങ്കരമായിട്ട്. ഒരു കഥാപാത്രം പറയൂ. കഥാപാത്രങ്ങൾ കുറേ ഉണ്ട്. എന്നാലും ചില കുശുമ്പും കുന്നായ്മയൊക്കെ ചെയ്ത് സുകുമാരി അമ്മയൊക്കെ ചെയ്ത് പണ്ട് സുകുമാരി അമ്മ ഇല്ലാത്ത സിനിമയുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെയുള്ള ഒരുപാട് ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ. മണിച്ചിത്രത്താഴിനകത്ത് KPC ലളിതയുടെ കഥാപാത്രം അങ്ങനത്തെയൊക്കെ ഉള്ളത്. പിന്നെ കൽപ്പന ചേച്ചി ചെയ്യുന്ന കുറേ കഥാപാത്രങ്ങൾ, ബിന്ദു പണിക്ക് ചെയ്ത കുറേ കഥാപാത്രങ്ങൾ. അപ്പൊ അതുപോലത്തെ പിന്നെ ബോൾഡ് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാട്. ആനന്ദവല്ലി അല്ലേ? പിന്നെ വാണി വിശ്വനാഥ് ചെയ്യുമ്പോഴത്തെ ക്യാരക്ടറുകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പോലീസ് ഓഫീസറായിട്ടൊക്കെ ഭയങ്കര ഒരു നല്ലൊരു സബ്ജക്റ്റ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം അത് സസ്പെൻസ് ആണ്, പറയില്ല. ഇല്ല, പറഞ്ഞ കഥ അത് ഭയങ്കര ഒരു കഥയാ. അങ്ങനെയല്ല, നല്ല സ്റ്റോറി. അപ്പം പുള്ളിയുടെ കൺസേൺ ഇല്ലാതെ നമ്മൾ പറയുന്നത് മോശമല്ലേ. അപ്പൊ പുള്ളിക്കാരൻ ഡയറക്ടറിനെ വിളിച്ചിട്ട് ഇത് അമ്മയെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരിക്കലും ബ്രേക്ക് ആയിരിക്കും ആ സ്റ്റോറി. കാരണം ആ സിനിമ എനിക്ക് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അങ്ങനെ ആവണം. അതുപോലെ തന്നെ വേറൊരു സിനിമയും, അതും ഏറ്റവും ഇൻഡസ്ട്രിയിൽ ഫേമായിട്ട് നിൽക്കുന്ന ഒരു നടി, ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന നടിയുടെ കൂടെ അഭിനയിക്കാനായിട്ടുള്ളൊരു വേഷം, അതും ട്രാൻസ്ജെൻഡറായിട്ട് തന്നെയാണ്, ട്രാൻസ്ജെൻഡർ കഥാപാത്രം തന്നെയാണ്. പക്ഷെ ഒരു വേഷവും ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ അതും വലിയൊരു ആഗ്രഹം, അതും ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ അമ്മയ്യ നമ്മളായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഉയരങ്ങളിലെത്താൻ പറ്റട്ടെ. ഇനി ബിഗ് സ്ക്രീനിലൊക്കെ അമ്മയെ കാണാൻ പറ്റട്ടെ. ഇനി നമുക്ക് കാണാമല്ലോ. ഇനിയിപ്പം തീർച്ചയായിട്ടും ഇനി നമുക്ക് ഇന്റർവ്യൂ തരുമല്ലേ? ഉറപ്പായിട്ടും. അപ്പം അമ്മയ്ക്ക് നമ്മുടെ സ്നേഹം നിറഞ്ഞ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ നേരുകയാണ് അമ്മയ്യ. താങ്ക് യു സോ മച്ച്.